ഭാഗവതത്തിലെ ഇതിവൃത്തം സംഗ്രഹിച്ച് സ്തോത്രകാവ്യത്തിന് ഭാഗമാക്കി എടുക്കാൻ മേൽപ്പത്തൂര് തികച്ചും അതിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പരീക്ഷത്തും ശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദമാണല്ലോ ഭാഗവതത്തിലെ ഇതിവൃത്തത്തിൻ്റെ മുഖ്യമായ രൂപം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നത് മുതൽ തക്ഷകൻ്റെ കടിയേറ്റ് 7-ാം ദിവസം മരണമടയും എന്ന ഋഷികുമാര ശാപനിമിത്തം പരീക്ഷിത്ത് മഹാരാജാവ് സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഗംഗാതീരത്തിൽ പ്രായോപവേശം അനുഷ്ഠിക്കാൻ തീർച്ചപ്പെടുത്തിയതും ആ സന്ദർഭത്തിൽ ശുഖബ്രഹ്മർഷി അവിടെ വന്നു ചേർന്നതും വരെയുള്ള ഭാഗവതം 1-ാം സ്കന്ധത്തിലെ കഥ ഭാഗവതേതി വൃത്ത ശരീരത്തിൻ്റെ ഒരു പീഠിക മാത്രമാണ്. ആർത്തനായ ഭക്തനെ അവതരിപ്പിക്കുകയാണ് ഭാഗവത പീഠികയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാരായണീയത്തിലും പീഠികാസ്ഥാനീയമായ ആദ്യത്തെ 3 ദശകത്തിൽ ആർത്തഭക്തനായ തന്നെ കവി അവതരിപ്പിക്കുകയാണ്. ആർത്തപ്രലാപരൂപമായ 3-ാം ദശകം പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രായോപവേശ സദൃശമായ വ്രതം എടുത്തിരിക്കുകയാണ് ഭട്ടത്തിരി. 3-ാം ദശകത്തിലെ അവസാന പദ്യം അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതായത് കിമുക്തേ ഭൂയോഭിസ്തവഹി കരുണ യാവദ്ദുദിയാത് അഹം താവദ്ദേഹ പ്രഹിത വിവിധാർത്ഥപ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദി നുതി നിഷേവ വിരജയൻ. അതായത് പ്രഥമസ്കന്ധത്തിലുള്ള ഭാരതകഥ യഥോചിതം അവസാന ദശകങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രഥമസ്കന്ധത്തിൻ്റെ ആശയസംഗ്രഹം ഭക്തിഭാവത്തിൻ്റെ ദൃഢീകരണം മാത്രമാണ് നാരായണീയത്തിൽ ചെയ്തിട്ടുള്ളത്. നാരായണീയത്തിലെ ഇതിവൃത്ത സംവിധാനത്തിൽ കാണുന്ന ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത ശ്രീകൃഷ്ണ കഥാപ്രതിപാദനത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം പാടെ പരിത്യജിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്നു. തന്ത്രിവടിയുടെ സന്നിധാനത്തിൽ ഇരുന്നാണ് താൻ സ്തോത്രം നിർമ്മിക്കുന്നതും. ഇതാണ് ഭട്ടത്തിരിയുടെ ഭക്തിമയമായ ദിവ്യഭാവന. ഈ ഭാവനയ്ക്ക് മുമ്പിൽ ഭഗവാന്റെ സ്വർഗാരോഹണ കഥയ്ക്ക് അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഈ ഭാവനയുടെ ഫലമാകുന്നു ശ്രീകൃഷ്ണ ത്വൽപാദോപാസനം അഭയതമം എന്ന ഏകാദശത്തിലെ തത്വോപദേശത്തിൻ്റെ സംഗ്രഹണം ആരംഭിക്കുന്ന രീതി. ഭഗവാനിൽ നിന്ന് ഉപദേശം സിദ്ധിച്ച ഉദ്ധവനോടും നാരദനിൽ നിന്ന് ഉപദേശം സിദ്ധിച്ച വാസുദേവരോടും ഭാവനാകൃതമായൊരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മേൽപ്പത്തൂര് ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ താൻ പഠിച്ച ശാസ്ത്രതത്വങ്ങളെല്ലാം ചിന്തിച്ചുറപ്പിക്കുകയും യഥാശാസ്ത്രം ജീവിക്കാൻ തന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉപദേശ സംഗ്രഹണം നാരായണീയത്തിൽ ചെയ്തിട്ടുള്ളത്. ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭക്തിപ്രധാന അല്ലാത്ത കഥകൾ മേൽപ്പത്തൂര് കുറച്ചൊക്കെ വിട്ടുകളഞ്ഞിട്ടുമുണ്ട്. ജഡഭരതോപാഖ്യാനം, പുരഞ്ജനോപാഖ്യാനം മുതലായവ ഇത്തരത്തിൽപ്പെടുന്നു. പിന്നെ പഞ്ചമസ്കന്ധത്തിലെ ഭൂഗോള വിവരണം ഭക്തിക്ക് അനുഗുണമായ ഉപാസ്യദേവതാ പ്രദർശനപരം മാത്രമായിട്ട് സംക്ഷേപിച്ചിരുന്നു. അത് ശ്രദ്ധേയമാണ്. ഇതെല്ലാം ഭാഗവത സംഗ്രഹണത്തിനും ഉചിതമായ ഇതിവൃത്ത സംവിധാനത്തിനും ഉദാഹരണമാകുന്നു. ഭാഗവതത്തിലെ പ്രൗഢസുന്ദരമായ ശ്രുതിഗീത ജഗത്തിഷ്ട്യാദോ ത്വാം നിഗമനിവഹേർ വന്ദിബി ഇരുവസ്തുതം വിഷ്ണു എന്ന് അത്യന്തം സംഗ്രഹിച്ചിരിക്കുന്നു. ദശകം 89 ശ്ലോകം 10 എന്ന ഋഗ്വേദ മന്ത്രങ്ങളുടെ അർത്ഥം കൊണ്ടുള്ള വിഷ്ണുസ്തുതി ഇതേ രൂപത്തിൽ ഭാഗവതത്തിൽ ഇല്ലാത്തതും മേൽപ്പത്തൂരിൻ്റെ വേദപാണ്ഡിത്യത്തിനും സ്വതന്ത്ര ഭാവനാ വിലാസത്തിനും ഉദാഹരണമായിട്ട് കാണിക്കുന്നു. ഇതിവൃത്ത സംവിധാനത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത പറയുന്നത് ഭാഗവതത്തിൽ അവിടെ ചിതറിക്കിടക്കുന്ന കഥാംശങ്ങൾ ഔചിത്യം നോക്കിയിട്ട് നാരായണീയത്തിൽ ഏകത്ര സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭാഗവതം ഏകാദശത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നരനാരായണാവതാരത്തിലെ കാമവിജയകഥ 16-ാം ദശകത്തിൽ നാരായണാവതാരം വർണ്ണിക്കുന്ന സ്ഥലത്താണെന്ന് ബന്ധിച്ചിരിക്കുന്നത്. ഭാഗവതത്തിലെ പ്രസിദ്ധമായ കർഹിജിത് അധ്യായം ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പ്രണയകലഹ വർണ്ണൻ എന്നുള്ള ഭാഗത്ത് രുക്മിണി വിവാഹം, പ്രദ്യുമ്ന ജനനം, 16,008 പത്നിമാരുടെ വിവാഹം ഇവ കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത്. ഔചിത്യവും സംഗ്രഹണ സൗകര്യവും നോക്കിയിട്ട് രുക്മിണി വിവാഹ ദശകത്തിൽ തന്നെ അക്കാര്യം വർണ്ണിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂര്. നാരായണീയത്തിൻ്റെ ഇതിവൃത്ത സംവിധാനത്തിൽ പ്രകരണശുദ്ധി അഥവാ ഔചിത്യമനുസരിച്ച് ഭാഗവതത്തിൽ ഇല്ലാത്ത ചില കഥാപാത്രങ്ങളും കഥാംശങ്ങളൊക്കെ പുരാണങ്ങളിൽ നിന്നും എടുത്തു ചേർത്തിട്ടുള്ളതായിട്ട് കാണാം. ദൈത്യം സഹസ്രകവചം ഇത്യാദി നാരായണാവതാരത്തിലെ സഹസ്രകവചവധ വൃത്താന്തം ഭാഗവതത്തിലില്ല. പരശുരാമകഥ പ്രായണ ബ്രഹ്മാണ്ഡ പുരാണത്തെ അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അതാത് സന്ദർഭത്തിനനുസരിച്ചിട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം.